ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. 2023 ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന കാലുകൾ സത്യൻ്റെ കാലുകളാണ്. സത്യ അവധി ദിവസമായതുകൊണ്ട് തന്നെ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അവധി ദിവസമായിരുന്നു. അതായത് ഒരു വിദ്യാഭ്യാസ ബന്ധു വന്ന ദിവസമാണ്. സത്ത് അവിടെ ഇങ്ങനെ നല്ല ഉറക്കത്തിലായപ്പോൾ ചങ്കുറു തല പൊക്കിയാണ് സത്ത് കാല് പൊക്കിയാണ് ഉറക്കം ഇട്ട് നോക്കുന്നെങ്കിൽ ചങ്കുറു തല പൊക്കിയാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാനപ്പോൾ രാവിലെ എണീറ്റിട്ട് പിന്നെ വീണ്ടും വന്ന് ശങ്കുറിൻ്റെ കൂടെ കിടന്നു കേട്ടോ. ശങ്കുറിന് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ അമ്മുക്കുട്ടി എന്ന് പറഞ്ഞ് കരയും. അവൻ എണീക്കും, ഞാനിങ്ങനെ അടുത്ത് കാണണം കേട്ടോ. അപ്പോൾ ഞാനും ശങ്കുറും എണീറ്റു. ഞങ്ങൾ താഴെ വന്നിട്ട് പുറത്ത് തുണി വിരിക്കാൻ ബക്കറ്റൊക്കെ എടുക്കാനൊക്കെ പോകട്ടോ. അപ്പോൾ അതിന് ഗ്രില്ല് തുറന്നിട്ടില്ല, അവധി ദിവസം ആയതുകൊണ്ട് ഞാനും ശങ്കുറും കൂടെ വന്ന് ഗ്രില്ല് തുറക്കട്ടോ. ഗ്രില്ല് തുറന്നിട്ട് വേണം ഞങ്ങൾക്ക് ആദ്യം പത്രം എടുക്കണം. പത്രം എടുത്തിട്ട് തുണി വിരിക്കാൻ ബക്കറ്റ് എടുക്കണം. അങ്ങനെയൊക്കെ ഇക്കാണെങ്കിൽ കാറിട്ടിട്ട് പോയപ്പോൾ അതിൻ്റെ ബാക്കിയോട് ബൈക്ക് കയറ്റി വെച്ചപ്പം ബൈക്ക് ഇങ്ങനെ വീടിൻ്റെ വാതിലിലോട്ടായി. ഇവിടെ ഇറങ്ങാൻ ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നാൽ ഞാൻ ചങ്കുറു അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി പുറത്തിറങ്ങി നമ്മളിങ്ങനെ വെയിലൊക്കെ നോക്കിയ ശേഷം ഞങ്ങൾ 2 ജനലൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ ചങ്കുറുവിന് ചായ എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ കുടിക്കാൻ. ചങ്കുറു അപ്പം ചായ കുടിക്കട്ടോ. ചങ്കുറുവിന് രാവിലെ ചായ ഈ കപ്പി വേണം കേട്ടോ. ഇത് ചെറിയ നമ്മൾ മറ്റേ ചായ കുടിക്കുന്ന വെള്ളക്കപ്പിൻ്റെ അത്രയുള്ള ചെറിയ കപ്പാണ് കേട്ടോ. സ്റ്റീൽ കപ്പ് ആയതുകൊണ്ട് വലിയ കപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചങ്കുറു അവിടെ നിന്ന് ചായ കുടിക്കാൻ മടിച്ചിട്ട് പിന്നെ വീണ്ടും വന്ന് ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് അവിടെ വന്നിട്ട് ചായ കുടിക്കുക കേട്ടോ. ഞാൻ ജനൽ തുറക്കാൻ പോയപ്പോൾ ജനൽപ്പാളികൾ രണ്ട് ഡിസൈൻ ഇരിക്കുന്നതുണ്ട്. എന്തുകൊണ്ടാണ് 2 ഡിസൈനിലായതെന്നറിയാമോ? ഓരോ ജനൽപ്പാളിയിൽ ഒരെണ്ണമാണെങ്കിൽ അമ്മ കോരി വന്ന് അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നതിന് കോഴിയെ ഓടിക്കാൻ വേണ്ടി കലർന്ന് ജനൽ പൊട്ടിച്ചു. മറ്റേത് ഓല വീണ് ജനൽ പൊട്ടി. അപ്പോൾ 2 പ്രാവശ്യം ജനൽ മാറുന്നതുകൊണ്ടാണ് ജനൽ 2 ഡിസൈൻ രണ്ടാണ് കേട്ടോ. പിന്നെ കുറേ ബെഡ്ഷീറ്റുകൾ മടക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബെഡ്ഷീറ്റുകൾ ഞാൻ മടക്കിക്കൊണ്ടിരിക്കും. ഞാൻ ബെഡ്ഷീറ്റ് മടക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചങ്കുറു ന്യൂസ് പേപ്പർ വായിക്കുക കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ അടിയിൽ റിമോട്ടൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് ചങ്കുറു ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കും. ഞാൻ തുണി മടക്കുമായിരുന്നു. ഈ സമയം കൊണ്ട് നമ്മൾ സത്ത് എണീറ്റ് ഫ്രഷായി വന്നു കേട്ടോ. ഫ്രഷായി വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഡ്രസ്സ് മാത്രമേ മാറിയിട്ടു, മുടിയൊന്നും ചീവി കെട്ടിയില്ല. ഞാനപ്പോൾ സത്തിനോട് പറഞ്ഞു, നീ എന്തോ മുടി ചീവി കെട്ടാൻ, മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെയാണോ? അത് ഞാൻ ചീവി കെട്ടിയിട്ട് ഇങ്ങനെ ആയതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടാലേ അറിയാൻ നീ ചീവി കെട്ടിയിട്ടുണ്ടെന്ന്. പോയി ചീപ്പിട്ട് നല്ലപോലെ വൃത്തിയായിട്ട് മുടി ചീവിക്കൊണ്ട് ബുഷ് പോലും അയച്ചിട്ടില്ല. മുടി ചെടയൊക്കെ എടുത്ത് മുടിയൊക്കെ വൃത്തിയായി ചീവി കെട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് വരാൻ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ അവൻ അതിന് വേണ്ടി കയറി പോകട്ടോ. ചങ്കുറു എപ്പോഴും നമ്മുടെ പത്രവായന തുടർന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ആദ്യം അവൻ ഹെഡിങ്സ് മാത്രമാണ് വായിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് കുറേ ദിവസമായല്ലോ. ഇപ്പോൾ ക്രമേണ അവൻ താപ്പോട്ടുള്ള ചെറിയ ഹെഡിങ്സും താപ്പോട്ട വാർത്തയും മൊത്തം വായിക്കുകയും അതിനെ തുടർന്നുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ആദ്യം അവന് മലയാളം വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. മലയാളം ഇഷ്ടമൊക്കെ തന്നെ, അവനക്ക് ആ ചിഹ്നവും അതൊക്കെ ചേർത്തുകൊണ്ട് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ വായിച്ച് പഠിച്ച എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ മലയാളം വായിക്കാൻ. എപ്പോഴും ബാലരമ എടുത്തിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ആദ്യം അവൻ മലയാളം പഠിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടക്കുറവും ദേഷ്യവും ഒക്കെ ആയിരുന്നു. ദേഷ്യമല്ല, പിണക്കമായിരുന്നു. ഇപ്പോൾ ആ ഒരു മലയാളത്തിൻ്റെ ഒരു വശം മനസ്സിലാക്കിയ പിന്നെ അവനക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ പത്രം ഇരുന്ന് വായിച്ചുകൊണ്ടേ ഇരിക്കുക. അവന് വായിക്കുന്ന അത്രയും സമയം എനിക്ക് മടക്കാൻ അവിടെ തുണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ മടക്കിക്കൊണ്ട് അവൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവനപ്പോൾ പത്രം വായിച്ചിട്ട് ഓരോരോ സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ അമ്മുക്കുട്ടി ഇവരിങ്ങനെ പറയുന്നത്, എന്താ അമ്മുക്കുട്ടി അവരിങ്ങനെ പറയുന്നത്, എന്തേ ഇവിടെ വേറെയും വാർത്ത കിടക്കുന്നു, അങ്ങനെ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് അവന് പടം കാണുന്ന താഴത്തെ വാർത്ത വായിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ പടത്തിൽ എന്തുവാ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവുമല്ലോ. പടത്തിലെന്താ എഴുതിക്കുന്നില്ല, ആ പടത്തിലെന്താ കണ്ടതെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഈ സമയത്ത് അപ്പുറത്ത് സൗണ്ട് എന്താ കേട്ടത് ഞാൻ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ മുന്നിലേക്ക് കാറുണ്ട്. പോർച്ച് പണിയാൻ വേണ്ടി ഇത് ഇടുക കേട്ടോ, സ്റ്റീൽ ഇടുക. അപ്പോൾ നമ്മൾ സത്ത് പോയിട്ട് വന്നിട്ട് വീണ്ടും മുടി അയച്ചിട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ ചീവിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അയച്ചിട്ട് ചീവി ഇതേ മുടി കണ്ടോ, ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് സത്ത് മുടിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്ത് മുടി കാണിക്കുന്നുണ്ട്. ശങ്കുറു സത്തിനെ നോക്കിയിട്ട് സത്ത് പത്രം വായിക്കാൻ ചോദിക്കുന്നത് എപ്പോഴാണ്, അപ്പോൾ പത്രം സത്തിൻ്റെ കൊടുക്കാം എന്നുള്ള ഇതിൽ നിൽക്കുക. അപ്പോൾ സത്ത് വിശേഷമൊക്കെ പങ്കുവയ്ക്കുക. എന്തൊക്കെയോ 1, 2, 3 കാണിച്ച് പറയുന്നുണ്ട്. വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ അവൻ പറയുന്നതെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. എന്തൊക്കെയോ കാര്യമായ വിശേഷങ്ങൾ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ എന്തോ ആവശ്യത്തിന് ഞാൻ അപ്പുറത്തോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ അവിടെ പണിക്കാരുണ്ട്, നീ അപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അവൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്.
എന്തോ ആവശ്യത്തിന് പറഞ്ഞു വിട്ടതല്ല കേട്ടോ. അവനെ നടക്കാൻ പറഞ്ഞു വിട്ടതാ രാവിലെ. അപ്പോൾ അവിടെ പണിക്കരെ പെട്ടെന്ന് എന്താണ് അവിടെ പോയിട്ട് പെട്ടെന്ന് നടന്ന് വരും കേട്ടോ. അപ്പോൾ ചങ്കുറു അവിടെ പോയിട്ട് സത്തിനെ തോൽപ്പിച്ചെന്ന് സത്തിൻ്റെ കൂടെ നടന്ന് വരാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, പോ അവിടുന്ന് സത്ത് അവിടെ വരെ പോയിട്ടാ വന്നത്, നീ അവനെ ചുമ്മാ വഴക്കുണ്ടാക്കാതെ നടക്കട്ടെ, സത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചങ്കുറിനോട് പറഞ്ഞു. അപ്പോൾ ചങ്കുറിന് അത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ നീ നടക്കും, ഞാൻ നടക്കുന്നില്ലെന്ന് പറഞ്ഞു. സത്ത് എല്ലിക്കും മുള്ളിനും കേട് വരാത്ത രീതിയിൽ പയ്യെ പയ്യെ അനങ്ങാതെ നടക്കും കേട്ടോ. അപ്പോൾ അതിന് സത്തിനെ വഴക്ക് പറഞ്ഞതിന് സത്ത് അകത്ത് കയറി, ഞാൻ പത്രം വായിക്കട്ടെ, ഇത്രയൊന്നും ചങ്കുറ് വായിച്ചില്ല, ഞാൻ ഇതുവരെ വായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സത്ത് പത്രം വായിക്കാൻ അകത്ത് കയറി. അപ്പോൾ ഞാൻ ഗില്ല് താക്കോലൊക്കെ എടുത്തു, ചങ്കുറ് ഗില്ലൊക്കെ അടിച്ച് ചങ്കുറ് അകത്ത് കയറി. സത്ത് വന്ന് ലൈറ്റൊക്കെ ഇട്ട് ദീർഘമായ പത്രവായനയായി. സത്ത് ഒരു 10-30 മിനിറ്റ് എടുത്തിരുന്ന് പത്രം വായിക്കും കേട്ടോ. എന്താ വായിക്കുന്നത് എനിക്കറിയത്തില്ല. എല്ലാം ഇപ്പോൾ മൗനവായനയാണ്. പണ്ട് ഉറക്കെ വായിക്കാൻ പറയുമ്പോൾ അക്ഷരത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ സത്തിനെല്ലാം മൗനവായനയാണ്. ചങ്കുറ് അപ്പം മുന്നിടയ്ക്ക് വന്നിട്ട് ഫ്രഷ് ആകാൻ വേണ്ടി പോയി. അവൻ എൻ്റെ കൂടെ എണീറ്റ് വന്നതാണ്. അപ്പം ബ്രഷും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ മേളിൽ കുറേ തുണികൾ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ തുണികളൊക്കെ എടുത്ത് മേളിൽ ഓടിൻ്റെ മണ്ടയ്ക്കും സിറ്റൗട്ടിലേക്കായിട്ട് വിരിച്ചു കേട്ടോ. ഇന്നലെ തലേന്ന് എൻ്റെ തുണികളൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് വിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ നനയ്ക്കുന്ന ഫ്രഷായ തുണികളൊക്കെ താഴെ വിരിക്കും അങ്ങനെ. അപ്പോൾ ആ സമയം കൊണ്ട് ചങ്കുറും ഫ്രഷായിട്ട് താഴെ വന്നു. ഞാൻ തുണി കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ച് താഴെ വന്നു. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കി അമ്മ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് കഴിക്കാൻ എടുത്ത് കൊടുക്കണം. സമയം ഏകദേശം 10 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഈ പോയിട്ട് വരുന്ന അത്രയും സമയം സത്ത വീട്ടിൽ പത്രം വായിക്കുമായിരുന്നു. എന്താ വായിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സത്തിന് ഇഷ്ടമല്ല. പക്ഷേ സത്ത് വായിച്ച് കഴിഞ്ഞ ശേഷം കുറേ സമയത്തിന് ശേഷം സത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് വന്ന് എൻ്റെ അടുത്ത് പറയും കേട്ടോ. അപ്പോൾ സത്ത് പുട്ടും ചിക്കൻ കറിയും കഴിക്കും കേട്ടോ. സത്തിന് പുട്ടിനോട് അത്ര താല്പര്യമില്ലെങ്കിലും ചിക്കൻ കറി ഉള്ളതുകൊണ്ട് സത്ത് പുട്ടും ചിക്കൻ കറിയും കൂടെ കഴിക്കും കേട്ടോ. പുട്ടിൻ്റെ കൂടെ വേറെ കോമ്പിനേഷൻ ഒന്നും വരുന്ന അവർക്ക് ഇഷ്ടമല്ല. അന്ന് ഈ പുട്ടിൻ്റെ കൂടെ മുട്ടക്കറി, ചിക്കൻ കറി, കടലക്കറിയും അങ്ങനെ വരുന്നതിനകത്ത് താല്പര്യം. പഴമാണെങ്കിൽ ചങ്കുറിന് ഭയങ്കര ഹാപ്പിയാണ് പുട്ടും പഴവും. അപ്പോൾ ചങ്കുറു ആണെങ്കിൽ ചങ്കുറു കുഴച്ച് കഴിക്കുന്ന അമ്മുകുട്ടി ഇച്ചിരി കഴി എന്ന് പറഞ്ഞാൽ എനിക്ക് തരാൻ വേണ്ടി അവൻ കൈ നീട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമല്ലോ, നീ കഴിച്ചോ എന്ന്. പിന്നെ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ തുറന്ന് മേടിച്ചു. കൊള്ളാവോ അമ്മുക്കുട്ടിയും ചോദിക്കട്ടോ. നീ കൊള്ളാവും. ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞാലേ അവനും കഴിക്കാനും മുകളിൽ. അപ്പോൾ സത്ത് തറയെ വീണാക്കടുത്ത് വീണ് സത്തിന് എടുത്ത് കഴിക്കുക കേട്ടോ. സത്ത് പാത്രം കൊണ്ട് തട്ടിയപ്പോൾ നീങ്ങി. എൻ്റെ പകുതി സത്തിന് ഉടുപ്പല്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ചങ്കുറിനോട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ചങ്കുറിനെ കഴിക്കുക. ഞാൻ അപ്പോൾ സത്തും ചങ്കുറും കൂടെ കഴിക്കുമ്പോൾ സത്തിൻ്റെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി സത്തിനെ വേസ്റ്റ് പാത്രം കൊണ്ടുവച്ചു കേട്ടോ. കഴിക്കാനുള്ള പാത്രം വെക്കുന്നതിന് മുമ്പ് ഇവർക്ക് വേസ്റ്റ് പാത്രം വെക്കണം. അതിനേക്കാൾ മുമ്പ് ഇവർക്ക് വേസ്റ്റ് ഒരു വെള്ളമോ അല്ലെങ്കിൽ ഫുഡ് കൊണ്ട് വെക്കുന്നതിന് അമ്മുകുട്ടി വെള്ളം എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഞാൻ രണ്ടുപേർക്കും കഴിക്കുന്നതിന് പറഞ്ഞ ഇത് കണ്ടോ, അതേ ഫുഡ് കൂടെ വെച്ചിട്ടുണ്ട്, കണ്ടോ വെള്ളം വെച്ചിട്ടുണ്ട്, വേസ്റ്റ് പാത്രം വെച്ചിട്ടുണ്ട്, വൃത്തിയായിട്ട് രണ്ടുപേരും വഴക്കുണ്ടാക്കാതെ ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരുണ്ട്. അപ്പോൾ ചങ്കുർ ഞാൻ കഴിച്ചോളാം അമ്മുക്കുട്ടി അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സത്ത് ഞാൻ എന്താ പറയുന്നത് നോക്കിയിട്ട് സത്ത് വലിയ വായി വെച്ചിട്ട് പകുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് ബിരിയാണി അരി, അത് നമ്മുടെ ബിരിയാണി വലിയ അരിയില്ലേ, അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് അത് കഴുകിയെടുത്ത് ഞാൻ വെച്ചു. കഴുകിയെടുത്ത് വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വേവിക്കാൻ വേണ്ടി നമ്മൾ പാത്രത്തിൽ വെക്കാൻ പോകും. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യും കുറച്ച് ഗോൾഡ് വിനർ ഒഴിച്ചിട്ട് നമ്മുടെ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. മസാല ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് വെക്കാൻ പോകട്ടെ. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചിട്ട് ഞാൻ വെക്കുന്നത് എങ്ങനെയാണ്. രാവിലെ എണീറ്റ് മക്കൾ എണീറ്റ് ഫ്രഷ് ആകാൻ ഞാൻ ഡ്രസ്സ് മാറാനും ഫ്രഷ് ആകാനും നിന്നില്ല കേട്ടോ. കാരണം ഞാൻ രാവിലെ ഫ്രഷായ ഡ്രസ്സ് മാറിയിട്ട് വന്നാലും വീണ്ടും എനിക്ക് നല്ല പണിയുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഫ്രഷ് ആയത് മാറുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോയി ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു. ഫ്രഷ് ആകുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫ്രഷ് ആവുകയാണോ കുളിക്കുകയാണോ ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാണ് അങ്ങനെയാണ് ചെയ്യാറ് പതിവ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ കേട്ടോ. നമ്മുടെ ആശീർവാദിൻ്റെ നെയ്യാണ് കേട്ടോ. അത് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ആ നെയ്യ് എടുത്ത സ്പൂണിൽ കുറേ നെയ്യ് ഇരിക്കുമല്ലോ, അത് മെൽറ്റായി വീഴാൻ വേണ്ടി ഞാൻ അതിൻ്റെ ആ ഇതിലേക്ക് സ്പൂൺ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നെയ്യ് മെൽറ്റായിട്ട് ആ പാത്രത്തിലേക്ക് വീഴാൻ വേണ്ടി. പിന്നെ നമ്മൾ ഗോൾഡ് വിനർ എടുത്തിട്ട് കുറച്ച് ഗോൾഡ് വിനർ കൂടെ ഒഴിക്കും. ഞാൻ സാധാരണ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും ഇത് നെയ്യിൽ മാത്രമല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് ഗോൾഡ് വിനർ കൂടെ ഒഴിക്കും. ഒത്തിരി നെയ്യുടെ മണമായാലും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കുറച്ച് ഗോൾഡ് വിനർ കൂടെ ഒഴിക്കുമ്പോൾ ടേസ്റ്റ് ഒരു വ്യത്യാസമൊന്നും വരത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ തന്നെ അടിപൊളി ടേസ്റ്റാണെന്നാണ് പറയുന്നത്. കഴിച്ച് നോക്കുന്നവരും അങ്ങനെയാണ് പറയാറ് കേട്ടോ. ഞാൻ തന്നെ പറയുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പം നമ്മുടെ നെയ്യ് മെൽറ്റായിട്ടൊക്കെ ഞാൻ ആ ചൂടിനെ മണ്ടയ്ക്ക് പിടിച്ചപ്പോൾ നമ്മുടെ നെയ്യ് മെൽറ്റായിട്ട് വീഴുന്നുണ്ടോ. അത് ഞാൻ നെയ്യെടുത്ത സ്പൂണിൽ ഞാൻ മണ്ടയ്ക്ക് വെച്ചേക്കും. അപ്പോൾ നെയ്യ് മെൽറ്റായി വീഴുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നെയ്യ് ഞാൻ അവിടെ അടച്ചെടുത്ത് വെച്ചു.
എന്നിട്ട് ഞാൻ തീ ശകലം കുറച്ച് വെക്കുന്നുണ്ടെന്ന് കേട്ടോ ഞാൻ. കാരണം എൻ്റെ കൈ അവിടോട്ട് വയ്ക്കുമ്പോൾ എനിക്ക് നല്ല ചൂടടിക്കുന്നുണ്ട് കയ്യിൽ. അപ്പോൾ ഞാനത് കുറച്ച് വെച്ചു. പിന്നെ നമ്മൾ നെയ്യുടെ സ്പൂണ് കഴുകാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മുടെ നെയ്യ് അടച്ച് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ നമ്മുടെ മസാലകൾ ഇടുക കേട്ടോ. ഞാൻ പൊതുവേ മസാല കൂടുതലിടുന്നതുകൊണ്ട് അമ്മയ്ക്ക് പരാതിയുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കി എല്ലാം ഒരു 2, 3 എണ്ണം വെച്ച് ഏലക്കായും ഗ്രാമ്പും ഒക്കെ കുറച്ച് കുറച്ച് വെച്ച് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചങ്ക്രു സത് ഫുഡ് കഴിക്കുവാനും ചങ്ക്രു ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റും കൊണ്ട് വന്ന കേട്ടോ. അപ്പോൾ പ്ലേറ്റും കൊണ്ട് വന്നപ്പോഴാണ് ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടത്. അത് കണ്ടുകൊണ്ട് ചങ്ക്രു എന്തൊക്കെയോ വീഡിയോയിൽ പറയുന്ന പോലെ സംസാരിക്കുക കേട്ടോ. ആൺകുട്ടി ബിരിയാണി ഉണ്ടാക്കുക, കണ്ടോ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മയുടെ സൗണ്ട് ഇതിനിടയ്ക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കരുത്. ഇവിടെ 2, 3 പൂച്ചയുണ്ട്, ഭയങ്കര ശല്യമാണ്. അവരുടെ വീടാന്നുള്ള ധാരണയിൽ അവർ വീടിൻ്റെ അകത്ത് കയറി കിടക്കുന്നത്. നമ്മളെ കണ്ടാൽ പോലും അത് ഇറങ്ങി പോകത്തില്ല. നമ്മൾ വേണേൽ പേടിച്ച് മാറി ഇപ്പുറത്തൂടെ പോകണം. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. പൂച്ച ഒഴിക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. അപ്പം ഞാൻ മസാലയൊക്കെ എടുത്തിട്ട് അതുപോലെ അടച്ചു വെച്ചു. എടുക്കുന്ന സാധനങ്ങൾ അതുപോലെ അപ്പം തന്നെ അടച്ച് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ എന്നെ അമ്മ വഴക്ക് പറയും. അയ്യോ ദേ അമ്മ പോടി, ദേ ഇതിവിടെ തുറന്ന് വെച്ചേക്കാം, നീ എന്തെങ്കിലും തുറന്ന് വെച്ച് അടച്ച് വെക്കാൻ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ അതിന് മുമ്പ് തന്നെ അമ്മയുടെ വഴക്ക് കേൾക്കാതെ അപ്പം തന്നെ അടച്ച് മാറ്റി വെച്ചാട്ടോ. എല്ലാം ശ്രദ്ധിച്ചു സൂക്ഷിച്ചുമാണ് കൈകാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ചങ്ക്രു ഇതിനിടയ്ക്ക് വീണ്ടും വന്നു. അവനും ചങ്ക്രുവിനോട് പറഞ്ഞു, നീ കഴിച്ച പാത്രം ഇവിടെയാണോ വെക്കുന്നത്, സ്മോൾ കിച്ചനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അവനെ അപ്പുറത്ത് കൊണ്ടുവച്ചു കേട്ടോ. സ്മോൾ കിച്ചൻ നമ്മൾക്ക് പാത്രമൊക്കെ വാഷ് ചെയ്യുന്ന അപ്പുറത്ത് വേറെ ചെറിയൊരു കിച്ചണുണ്ട് കേട്ടോ അവിടെയാണ്. അപ്പോൾ അവിടെ കൊണ്ട് ചങ്ക്രു ഇതെല്ലാം വെച്ചു. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ റൈസ് ഇടാൻ പോകട്ടോ. റൈസ് ഇടുമ്പോൾ അതിങ്ങനെ ഞാൻ റൈസ് ഫ്രൈ ആക്കിയിട്ട് ചില ദിവസം വെള്ളം തിളച്ചിട്ട് നമ്മൾ റൈസ് ഇടും. ഇന്നിപ്പോൾ ഞാൻ റൈസ് ഇട്ടിട്ട് നമ്മുടെ നെയ്യിലും എണ്ണയിലൂടെ അത് വറുത്തെടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഇടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ശക്കരം വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളം ഇങ്ങോട്ട് വന്നു, ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റി. അപ്പോൾ നമ്മുടെ അരിയെല്ലാം ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ അത് നമ്മുടെ നെയ്യിലും എണ്ണയിലും കൂടെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ വെള്ളം നമ്മുടെ പാത്രത്തിൻ്റെ അകത്തോട്ടല്ല വേണം, നമ്മുടെ ഗ്യാസിൻ്റെ സൈഡിലോട്ടാണ് വന്ന് വീണ കേട്ടോ. ഞാനും ആദ്യം വിചാരിച്ചു പാത്രത്തിലായിരിക്കും, പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ റൈസ് റോസ്റ്റായി നിങ്ങളെ കാണിച്ചില്ല കേട്ടോ. എണ്ണയ്ക്കകത്തും കിടന്ന് നമ്മുടെ റൈസ് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം റോസ്റ്റായ ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചും വെക്കാറുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ് വെക്കുന്നത്. ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസൊക്കെ ഇപ്പോൾ വെക്കുന്നത് ഞാൻ അങ്ങനെ യൂട്യൂബ് നോക്കാനോ വേറെ റെസിപ്പി നോക്കാനോ പറ്റില്ല. ഇപ്പോൾ എല്ലാം എൻ്റെ സ്വന്തം കൈകളവും സ്വന്തം രീതിയിലാണ് ഞാൻ വെക്കാറ്. അപ്പോൾ നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കണക്ക്. ആ കണക്കനുസരിച്ച് ഞാൻ പൈപ്പിൽ നിന്ന് പിടിച്ചിങ്ങോട്ട് ഒഴിക്കും കേട്ടോ. പൈപ്പിൽ നിന്ന് നമ്മുടെ കിണറ്റ് വെള്ളം തന്നെയാണ്, നമ്മുടെ ശുദ്ധമായ വെള്ളം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പിടിച്ച് ഓരോ കപ്പ് വെച്ച് കൊണ്ട് ഇതിലേക്ക് ഒഴിക്കും കേട്ടോ. ആദ്യത്തെ കപ്പ് കൊണ്ട് ഒഴിച്ചു. രണ്ടാമത്തെ കപ്പ് ഒഴിക്കാൻ വേണ്ടി ഞാൻ പോയേക്കുമായിരുന്നു. പോയിട്ട് വന്നിട്ട് വെള്ളം ഒഴിച്ചു. അപ്പം വെള്ളം കറക്റ്റായി. വെള്ളം കറക്റ്റായിട്ട് ഞാൻ അരിയെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി എല്ലാം ഓക്കെ ആക്കിയിട്ട് ഇനിയിപ്പോൾ അടച്ച് വെക്കാൻ പോവാം കേട്ടോ. വെള്ളം ഒഴിച്ച് വെള്ളത്തിന് ശകലം തിള വന്ന സമയത്ത് ഞാൻ നമ്മുടെ റൈസിലേക്ക് ആവശ്യമായ ഉപ്പിടുക കേട്ടോ. ഞാൻ പലയിടത്തായിട്ട് ഇങ്ങനെ കണ്ടേക്കുന്ന വെള്ളത്തിന് തിള വന്ന ശേഷം ഉപ്പ് ആഡ് ചെയ്യുന്ന ഞാൻ ആദ്യമേ ഉപ്പ് ആഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ തിള വന്നതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യുന്നത്. പല വീഡിയോയിൽ പലയിടത്തും ഒരു 80% ആൾക്കാർ അങ്ങനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും അത് ഫോളോ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ താഴെ അവിടെ അമ്മായി കാര്യം പറയാനും ആളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് താഴെ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ വീണ്ടും ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ സാധനം എല്ലാം അടച്ചു വെച്ചപ്പോൾ നമ്മുടെ ചങ്ക്രു വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ വന്നു. ഇനി ഞാൻ നമ്മുടെ ഗീ റൈസിന് മണ്ടയ്ക്ക് വറുത്തതാണ് നട്ട്സും കിസ്മിസും കഴുകി എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ സവാള എടുത്ത് കട്ടിംഗ് ബോർഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഗോൾഡ് വിനർ കുറച്ചേ ഉള്ളായിരുന്നു. പുതിയ ഗോൾഡ് വിനർ കൂടെ പൊട്ടിച്ചൊഴിക്കണമായിരുന്നു. പുതിയ ഗോൾഡ് വിനർ പൊട്ടിച്ചൊഴിക്കാൻ പോയി. ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ സവാള അരിഞ്ഞെടുത്ത് വെച്ച് വറുത്തിടാൻ വേണ്ടി, പിന്നെ നട്ട്സും കിസ്മിസും കഴുകി എടുത്ത് വെച്ച് വറുത്തിടാൻ വേണ്ടി, പിന്നെ നമുക്ക് വറുക്കാൻ വേണ്ടിയുള്ള പാനി ആവശ്യമുള്ള എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ആദ്യം സവാള ആണ് വറുത്തെടുക്കുന്നത്. ഞാൻ എപ്പോഴും ആദ്യം സവാളയാണ് വറുത്തെടുക്കുക. സവാള വറുത്തെടുത്ത ശേഷമാണ് നമ്മുടെ നട്ട്സും കിസ്മിസും ഒക്കെ വറുത്തെടുക്കുന്നത്. ഇതിനിടയ്ക്ക് ചങ്ക്രുവോട് എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് നോക്കുന്നത്. എൻ്റെ മുഖത്ത് ആ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിക്ക് ഇവരെ മേയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇവരെന്നോട് ഓരോന്ന് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഗോൾഡ് വിനർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, പൊട്ടിച്ചൊഴിക്കാൻ പോയില്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. പൊട്ടിച്ചൊഴിക്കാൻ അത് വെച്ച് അതിന് മണ്ടയ്ക്കുകൾ ചോർപ്പും ഒക്കെ നോക്കിയെടുത്ത് എടുക്കുന്നേ ഉള്ളൂ. ആദ്യം നമ്മുടെ കുപ്പിയിലുണ്ടായിരുന്ന ഗോൾഡ് വിനർ അത്രയും ആദ്യം നമ്മൾ ഇത് വറുക്കാൻ വേണ്ടി ഒഴിച്ചായിരുന്നു. ബാക്കി ഇനി ഒഴിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ചങ്ക്രു ആണെങ്കിൽ
അതിൻ്റെ മണ്ടയ്ക്കത്തെ ആ ഒരു കുഞ്ഞു സാധനമുണ്ട്. അത് ആദ്യം മേടിച്ച കുപ്പി. അപ്പോൾ ആ മണ്ടയ്ക്കത്തെ കുഞ്ഞു സാധനം ഇളക്കി മാറ്റിയാലേ എനിക്ക് ഗോൾഡ് വിന്നർ കവറിലായിരുന്നു പൊടിച്ചൊഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവനെ അമ്മാടുത്ത് പറഞ്ഞു വിട്ട് അതിന് മണ്ടയ്ക്കത്തെ സാധനം ഇളക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതിന് ആദ്യം അവൻ പോകാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനെ വീണ്ടും വീണ്ടും വിളിച്ച് വരുത്തി അത് പോകാൻ പറയിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഗൗരവമൊക്കെ എൻ്റെ മുഖത്ത് കാണുന്നത്. എൻ്റെ അടുക്കളയിലെ പണി തകർക്കുന്നുണ്ടെങ്കിൽ ചങ്കുറ് എന്നെ വിളിച്ചു, അമ്മുക്കുട്ടി ഇങ്ങോട്ട് അമ്മുക്കുട്ടി ഒരു കാര്യം കാണിക്കാം, ഇതിലൂടെ വീഡിയോയിലൊന്ന് കാണിക്കാമോ? എന്തോ ചങ്കുറ് കാണിച്ചെന്നറിയാം. നമ്മൾ ലുട്ടാപ്പി കുന്തത്തിൽ കയറി പോകുന്നതും പിന്നെ ലുട്ടാപ്പി കുപ്പിക്കകത്ത് മായാവി ആക്കിയിട്ട് കുപ്പി ഇങ്ങനെ തുറന്ന് കാണിക്കുന്നതും മായാവി അതിനകത്തോട്ട് അടിച്ച് താക്കുവാന്നും ഒക്കെ അവൻ പറഞ്ഞു. ബാലരമയിൽ വായിച്ച മായാവിയുടെ കഥ അനുകരിച്ച് കാണിക്കുക ചെയ്യുന്നത് കേട്ടോ. വാ അമ്മുക്കുട്ടി കാണിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് അവനൊരു പമ്പരം പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊക്കെ അവൻ കളിക്കോട്ടോ. ഇതിനിടയ്ക്ക് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ ബാലരമയിൽ വായിച്ച എന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്. അതുമായിട്ട് റിലേറ്റഡായിട്ട കാര്യങ്ങൾ അവൻ്റെ കളികളെ അവൻ വായിച്ച കഥകളുമായിട്ട് റിലേറ്റഡായിട്ടാണ് ഇപ്പം കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഗീ റൈസ് റെഡിയായി കേട്ടോ. ഗീ റൈസ് റെഡിയായി ഇങ്ങനെ നമ്മുടെ സവാളയും വറുത്തതും നട്ട്സും കിസ്മിസ് വറുത്തതും നമ്മുടെ മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി പിന്നെ സലാഡാക്കി എടുത്തു. പിന്നെ നമ്മുടെ പപ്പടവും വറുത്ത് വെച്ചു. അപ്പം നമ്മുടെ ലഞ്ചിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അതിനിടയ്ക്ക് സത്ത് വന്നിട്ട് കുറേ പാത്രങ്ങൾ അപ്പുറത്ത് കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറക്കി വയ്ക്കാൻ സത്തിനെ ഏൽപ്പിച്ചു. ആ പാത്രങ്ങൾ സത്ത് കഴുകി ഉണങ്ങാൻ പറക്കി വെച്ച ശേഷമാണ് എനിക്ക് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകിയിട്ട് അവിടെ വെക്കാൻ വേണ്ടി. അല്ലേ ഉണങ്ങിയ പാത്രത്തിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും വെള്ളം വീഴും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇക്കു പഠിക്കാൻ വന്നു. ഇതിൻ്റെക്ക് ഇക്കുവിനെ പഠിപ്പിക്കാൻ വന്നു. അടുക്കള ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞല്ലോ. ആ സമയത്ത് ഞാൻ വന്ന് ഇക്കുവിനെ പഠിപ്പിക്കാൻ വന്നു. ഇക്കു പഠിക്കുന്ന സമയത്ത് ചങ്കർ വന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇക്കു പഠിച്ചിട്ട് പോയ ശേഷം ഞാൻ തുണി അലക്കാനായിട്ട് ഇറങ്ങി. കുറേ തുണികൾ എനിക്ക് വാഷിംഗ് മെഷീൻ നനയ്ക്കാനും വെളിയിൽ നനയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പം വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് വെളിയിൽ നനയ്ക്കാനുള്ളതൊക്കെ വെളിയിൽ നനച്ചു. ഞാൻ ആ തുണി നനച്ചിട്ട് വരുന്ന സമയത്ത് സത്യനോട് എന്തോ കാര്യം ചെയ്യാൻ പറഞ്ഞായിരുന്നു. സത്യം അത് ചെയ്തിട്ടില്ല. അതിനാൽ സത്യനെ വന്നോട് സത്യനോട് ഞാൻ ചോദിച്ചുകൊണ്ട് എന്താ സത്യം നീ ചെയ്യാഞ്ഞ്, അല്ലെങ്കിൽ ഇത് ആരുടെ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇവർ രണ്ടും ഭയങ്കര വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇക്കു പഠിച്ചിട്ട് പോയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇക്കു പഠിച്ചിട്ട് പോയില്ലായിരുന്നു. ഇക്കു അപ്പോഴും നോട്ട് എഴുതുന്നേ ഉള്ളായിരുന്നു. ഇക്കു നോട്ട് എഴുതുന്നു, ചങ്കുറ് പഠിക്കുന്നു. ചങ്കുറിനും സത്തിനും ഒക്കെ പീരിയോഡ് ടെസ്റ്റ് തുടങ്ങുമായിരുന്നു. അപ്പോൾ അതിനോടനുസരിച്ച് പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ അവർ പഠിക്കുകയും അവർ 3 മിനിറ്റ് ഇരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ പഠനത്തിനൊക്കെ ശേഷം നല്ല കറിയും നമ്മുടെ ചങ്കുറ് തപ്പി പറക്കുന്ന ടൂട്ടി ഫ്രൂട്ടി കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി നട്ട്സ് കിസ്മിസ് ഞുള്ളി പറക്കുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചങ്കുറ് സത്തൂടെ ഫുഡ് കഴിക്കുക കേട്ടോ. അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ജോലികളും എല്ലാം ഏകദേശം കഴിഞ്ഞു. ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവർക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഫുഡ് കഴിക്കും കേട്ടോ. സത്താണെങ്കിൽ മുമ്പേ പഠിക്കാത്ത കാര്യത്തെപ്പറ്റി എന്തോ ഞാൻ ചോദിക്കുന്നത് കണ്ടില്ല. അപ്പോൾ അതിനെ തുടർന്നുള്ള ഒരു ഇതിൽ സത്തിന് ശകലം ഒരു ഇതുണ്ട്. സത്ത അപ്പോൾ അതുകൊണ്ട് തല നല്ലപോലെ പൊക്കി വയ്ക്കാതെ നോക്കാതിരിക്കുക കേട്ടോ. കണ്ടോ ഞാൻ വെച്ച ഈ റൈസൊക്കെ കഴിക്കുന്നത്. കറി നേരത്തെ അമ്മ വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ടേബിൾ തുടയ്ക്കാൻ സത്തിനോട് എത്ര പറഞ്ഞാലും സത്ത് മറന്നുപോയി അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറയാം. അപ്പോൾ ചങ്കുറ് വന്നിട്ട് ഞാൻ ടേബിൾ തുടയ്ക്കാൻ പറയുമെന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ തുണി കൊണ്ടുവന്നിട്ട് തുടയ്ക്കും കേട്ടോ തന്നെ. ഇത്രയും വൃത്തിയായിട്ട് സത്യത്തിൽ സത്ത് തുടയ്ക്കത്തില്ല. ചങ്കുറ് തുടയ്ക്കുന്ന വ്യത്യാസത്തില്ല വൃത്തിയിൽ. സത്താണെങ്കിൽ ചങ്കുറ് തുടയ്ക്കുന്നത് കണ്ടിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലേ രാമനാരായണൻ എന്ന രീതിയിൽ അവിടെ ഇരുന്നിട്ട് ബോളെടുത്ത് കളിക്കുകയോ എന്തൊക്കെയോ തന്നെ പറയുകയോ എടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വന്ന് സത്തിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നല്ലേ, നീ എന്താ എന്തോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മൾ വീഡിയോ എടുത്ത് കുറേ ദിവസം ആയതുകൊണ്ടേ നമ്മൾ എന്താ അവിടെ നടന്നതെന്ന് കറക്റ്റായിട്ടുള്ള സംഭവം നമുക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ എന്താണെന്നുള്ള കാണുമ്പോൾ മനസ്സിലാകുന്നത് വെച്ചാണ് ഞാൻ പറയുന്ന വിവരങ്ങൾ കേട്ടോ. മന്ത്രം കാണിക്കുവാൻ തോന്നുന്നു. മന്ത്രമോ മാജിക്കൊക്കെ കാണിക്കുവാൻ തോന്നുന്നു. ചങ്കുറു ഡൈനിങ് ടേബിൾ തുടച്ച ശേഷം അവന് തുടയ്ക്കാനുള്ള ആഗ്രഹം വീണ്ടും ഉള്ളതിനാൽ നമ്മൾ TV ഇരിക്കുന്ന ആ ടീപ്പ് അതെല്ലാം തുടയ്ക്കട്ടോ. അവൻ ആദ്യം ആ തുണിയിൽ ഒരു ബക്കറ്റ് വെള്ളം പിടിച്ച് അത് വെള്ളം ബക്കറ്റിൽ പിടിച്ച് മുക്കുക, ടാപ്പിൽ നിന്ന് തുറന്ന് വിട്ട് മുക്കും. എന്നിട്ടാണ് അവന് ഈ സാധനങ്ങളൊക്കെ തുടയ്ക്കാനും പോകുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലുള്ള ഈ പരിപാടി കാരണം ചങ്കുറിനൊന്നുകൂടെ അത് താല്പര്യം. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും സത്ത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നുള്ള സത്ത് ഇരിക്കും കേട്ടോ. സത്തിനോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ സത്തിന് ഭയങ്കര മടിയും ദേഷ്യവും. ഞാൻ അതല്ലെങ്കിൽ അതുപോലെ ഫോഴ്സ് ചെയ്താലേ സത്ത് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചങ്കുറ് ഇതെല്ലാം തുടച്ച ശേഷം ചങ്കുറ് പറഞ്ഞു, അമ്മുക്കുട്ടി ഞാൻ ഇതിന് സൈക്കിളിൽ കളിച്ചോട്ടെ അമ്മുക്കുട്ടി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കളിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ചങ്കുറ് സൈക്കിളിൽ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സത്തിനും അവിടുന്ന് എണീറ്റ് ഇറങ്ങി വന്നു സത്ത് കേട്ടോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ സത്തിന് പള്ളിയിൽ എക്സാം നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. സത്തപ്പം അവിടെ പള്ളിയിൽ എക്സാമിന് മുമ്പേ സ്കൂളിൽ എക്സാമിനല്ല പഠിച്ചിരുന്നത്, പള്ളിയിൽ എക്സാമിനായിരുന്നു കേട്ടോ.
അപ്പോൾ സത്ത് എക്സാമിനൊക്കെ പോകാൻ വേണ്ടി റെഡിയായി താഴെ വന്നപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ എക്സാമിന് എന്താ ചെയ്തത്, ഞാൻ ബൈക്കിൽ കൊണ്ടുവിട്ട് പിന്നെ മഴയായതുകൊണ്ട് ചച്ച ഇക്കുവിനെ വിളിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ സത്തിനെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവിടാമെന്ന് വെച്ച് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ചച്ച പോകുന്നുണ്ടോ, കാറിലാണോ പോകുന്നത്, ചച്ച പറഞ്ഞാണ് കാറിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അമ്മനെങ്കിൽ സത്തിനെ കൂടെ കൊണ്ടുപോകാൻ ചച്ചയുടെ കൂടെ സത്തിനെ പള്ളി പരീക്ഷയ്ക്ക് വിട്ടു കേട്ടോ. സത്ത് പള്ളിയിലെ പരീക്ഷയ്ക്ക് ചച്ചായും ഇക്കും സത്തും കൂടെ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ സത്തിനെ ഇങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അതിനപ്പോൾ ഇന്നൊരു ഈ വീഡിയോ ദിവസം ട്യൂസ്ഡേ ആയിരുന്നു, കാരണം പച്ചക്കറി വണ്ടി വന്ന് കിടപ്പുണ്ട് നാസണൻ്റെ. അപ്പോൾ അത് ട്യൂസ്ഡേ ആണല്ലോ അത് വരുന്നത്, അതുകൊണ്ടാണ് ദിവസം കറക്റ്റായിട്ട് ഓർമ്മ വന്നത് കേട്ടോ. സത്തിന് പള്ളിയിൽ പരീക്ഷയുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ സത്ത് പരീക്ഷയ്ക്ക് പോയിട്ട് സത്തിനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോൾ ചങ്ക്രു ആണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ചങ്ക്രുവിനോട് എന്താ പരിപാടിയെന്ന്. ഞാൻ എൻജോയ് ചെയ്യുക ഇവിടെ, ഞാൻ എന്താ സെലിബ്രേറ്റ് ചെയ്യുവാന്നോ എൻജോയ് ചെയ്യുവാന്നോ, ആ കാര്യം എനിക്ക് നല്ല വൃത്തിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ എന്തിനാണ് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക, സത്ത് വിടില്ലല്ലോ, സത്ത് പള്ളിയിൽ പോയിക്കോല്ലോ, ആ സമയം ഞാൻ ഒന്ന് എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞാൽ ഈ ചിന്താഗതി ഒന്നും ശരിയല്ല കേട്ടോ, അതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. സത്ത് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ചായ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സത്തിന് ചായ വേണ്ടാന്ന് പറഞ്ഞു, പോയിട്ട് വന്നിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചങ്ക്രുവിനുള്ള ചായ കൊടുത്തു, എൻ്റെ എനിക്കുള്ള ചായ എടുത്തു. ചായ അല്ല ബ്രൂ കോഫി. അപ്പോൾ ചങ്ക്രുവും ഞാനിവിടെ കോഫി കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സത്ത് വന്നിട്ട് സത്തിന് മതിയെന്ന് പറഞ്ഞു. സത്തിന് ഞാൻ വേറെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ചങ്ക്രു ആണെങ്കിൽ കോഫിയിലൂടെ റസ്ക് കഴിക്കാൻ എടുത്തുകൊണ്ട് വരും കേട്ടോ, റസ്ക് മുക്കി കഴിക്കാൻ വേണ്ടി. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യം അവൻ പറയുന്നതെല്ലാം അവൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അതുപോലെ വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്തപ്പോൾ മൊത്തത്തിൽ മ്യൂട്ടായിപ്പോയി. ഇനിയിപ്പോൾ ചങ്ക്രു പറയുന്നതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. അവൻ വീണ്ടും ഇത് എന്തൊക്കെയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, എന്തോ കാര്യമായിട്ട് അവൻ പറഞ്ഞതൊന്നും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നില്ല. കാരണം അവനതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറയുന്നത് എന്തൊക്കെയോ കഥ പറയുക കേട്ടോ. ഇപ്പോൾ അവന് ബാലരമയിലും കളിക്കുടുക്കയിലൊക്കെ എന്തെങ്കിലും കഥ വായിച്ചാൽ ആ കഥയെല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. ശങ്കുറിൻ്റെ ഈ കളികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന സമയത്ത് സത്ത് പള്ളിയിൽ പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് ഓടി വന്നു കേട്ടോ. സത്ത് പരീക്ഷയെല്ലാം എഴുതി നല്ല അടിപൊളിയായിട്ട് എഴുതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താഴെ വണ്ടിയെല്ലാം ഇരിക്കുന്നതുകൊണ്ട് ചങ്കുറിന് സൈക്കിൾ ഓടിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ചങ്കുറിൻ്റെ സൈക്കിൾ ഞാൻ ഒരു വിധത്തിൽ പിടിച്ച് പൊക്കി മേളിലെത്തിച്ചിടുന്നു. ചങ്കുറു ബദാമോ നട്ട്സോ എന്തോ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം. അപ്പോൾ ചങ്കുറിൻ്റെ സൈക്കിൾ മാത്രമേ മേളിലെത്തിച്ചുള്ളൂ, സത്തിൻ്റെ സൈക്കിൾ മേളിലെത്തിച്ചില്ല. സത്തിൻ്റെ സൈക്കിൾ നാളെ എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സത്ത് പള്ളിയിൽ പോയിട്ടൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റും മഴയും വരുമായിരുന്നു കേട്ടോ. കണ്ടോ, നല്ല കാറ്റും മഴയും വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് റോഡിൽ ലൈറ്റൊക്കെ ചച്ചായിട്ടു. ചച്ചായും മനോച്ചനും ലൈറ്റ് ഇടുന്നത്. ഇവരാരും ഇല്ലെങ്കിൽ ചിഹ്നമ്മ ഇടും, ചിഹ്നമ്മ ഇട്ടില്ലെങ്കിൽ ഞാൻ ഇടണം. എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പക്ഷേ അത് നിർത്തടിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് സംഭവം ചെയ്യാത്തത്. നല്ല ശക്തമായ കാറ്റും മഴയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. താങ്ക്സ്.